ഹായ് ഹലോ ആൻസി വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഹാപ്പി ന്യൂസ് പറയാനാണ് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിലൂടെയാണ് ഈ ഒരു കാര്യം അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അതായത് 2023 ഏപ്രിൽ 10-ാം തീയതി മുതലായിരുന്നു നമ്മുടെ ഗവൺമെന്റ് ഈ പെർമിറ്റ് ഫീസ്, കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വലിയ രീതിയിൽ ഉയർത്തിയിട്ടുള്ളത്. ഇത് സാധാരണ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഇത് കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പെർമിറ്റ് ഫീസ് കൂട്ടിയതിനെ പറ്റി പലരും പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നമ്മളും ഈ പെർമിറ്റ് ഫീസിന്റെ വർധനവിനെ പറ്റി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പം നമുക്കൊരു ഹാപ്പി ന്യൂസാണ് കിട്ടിയിട്ടുള്ളത്. പെർമിറ്റ് ഫീസ് വലിയ രീതിയിൽ തന്നെ കുറച്ചിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ പുതിയ ഫീസ് നിലവിൽ വരുമെന്നാണ് മന്ത്രി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചത്. അപ്പോൾ എത്രയാണ് പുതിയ ഫീസ് എന്നും എത്രയാണ് കുറച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കുറച്ചിട്ടുള്ള ഈ ഒരു ഫീസില്ലേ, ഈ ഒരു ഫീസിന് 2023 ഏപ്രിൽ 10-ാം തീയതി മുതൽ തന്നെ പ്രാബല്യം ഉണ്ടായിരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ 2023 ഏപ്രിൽ 10-ാം തീയതിയാണ് നമ്മുടെ ഗവൺമെന്റ് ഈ ഒരു പെർമിറ്റ് ഫീസ്, കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വലിയ രീതിയിൽ ഉയർത്തിയത്. ഇപ്പോൾ 2024 ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ പെർമിറ്റ് ഫീസ് കുറയ്ക്കാനും പോവാണ്. അപ്പോൾ ഇതിനിടയിൽ പെർമിറ്റ് ഫീസ് അടച്ച കുറച്ച് പേരുണ്ടാവുമല്ലോ, അവർ വലിയൊരു എമൗണ്ട് തന്നെ പെർമിറ്റ് ഫീസ് ആയിട്ട് അടച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവരടച്ചിട്ടുള്ള ഈ ഒരു അധിക തുക ഇവർക്ക് തിരിച്ചു നൽകുമെന്നും നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവരടച്ചിട്ടുള്ള ഈ ഒരു അധിക തുക തിരിച്ചു ലഭിക്കാൻ വേണ്ടി നമ്മൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ ഒന്നും പോയി നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് ഓൺലൈനായിട്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു വരാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോവുകയാണെന്നാണ് പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു അധികമായി അടച്ച തുക തിരിച്ചു ലഭിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ നൽകണം എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിവരം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള വീഡിയോകളിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എത്രയാണ് ഈ പെർമിറ്റ് ഫീസ് എന്നും എത്രയാണ് കുറച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലൊക്കെ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട് പെർമിറ്റ് ഫീസിന്റെ കാര്യത്തിൽ. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ആദ്യം ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള പാർപ്പിട ആവശ്യത്തിനുള്ള കെട്ടിടത്തിന്റെ പെർമിറ്റ് ഫീസ് എത്രയാണെന്ന് നോക്കാം. കെട്ടിടത്തിന്റെ ഏരിയ 81 ചതുരശ്ര മീറ്റർ മുതൽ 150 ചതുരശ്ര മീറ്റർ വരെയാണ് വിസ്തീർണം ഉള്ളതെങ്കിൽ 1 ചതുരശ്ര മീറ്ററിന് 25 രൂപ എന്ന നിരക്കിലാണ് നിങ്ങൾ പെർമിറ്റ് ഫീസ് അടയ്ക്കേണ്ടത്. 81 ചതുരശ്ര മീറ്ററിന് താഴെയാണ് നിങ്ങളുടെ വീടിന്റെ ഏരിയ എങ്കിൽ നിങ്ങൾ പെർമിറ്റ് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി 150 ചതുരശ്ര മീറ്ററിന് മുകളിൽ 300 ചതുരശ്ര മീറ്റർ വരെയാണ് നിങ്ങളുടെ വീടിന്റെ ഏരിയ എങ്കിൽ 1 ചതുരശ്ര മീറ്ററിന് 50 രൂപ എന്ന നിരക്കിലാണ് നിങ്ങൾ പെർമിറ്റ് ഫീസ് അടയ്ക്കേണ്ടത്. മുൻപ് ഇത് 100 രൂപയായിരുന്നു. ഇപ്പൊ നേരെ പകുതിയാക്കി 1 ചതുരശ്ര മീറ്ററിന് 50 രൂപ എന്ന നിരക്കിൽ പെർമിറ്റ് ഫീസ് അടച്ചാൽ മതി. ഇനി 300 ചതുരശ്ര മീറ്ററിന് മുകളിലാണ് നിങ്ങളുടെ കെട്ടിടത്തിന്റെ ഏരിയ എങ്കിൽ 1 ചതുരശ്ര മീറ്ററിന് 100 രൂപ എന്ന നിരക്കിലാണ് നിങ്ങൾ പെർമിറ്റ് ഫീസ് അടയ്ക്കേണ്ടത്. അപ്പോൾ വീടിന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നേരെ പകുതിയോളം നമുക്ക് പെർമിറ്റ് ഫീസ് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങളുടെ കെട്ടിടം പാർപ്പിട ആവശ്യത്തിനുള്ളതല്ല, വ്യവസായ ആവശ്യത്തിനുള്ളതാണെങ്കിൽ, അതായത് ഉൽപാദന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കെട്ടിടമാണെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ എത്രയാണ് പെർമിറ്റ് ഫീസ് വരുന്നതെന്ന് നോക്കാം. 81 മുതൽ 150 ചതുരശ്ര മീറ്റർ വരെയാണ് നിങ്ങളുടെ കെട്ടിടത്തിന്റെ വിസ്തീർണമെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് 1 ചതുരശ്ര മീറ്ററിന് 30 രൂപ എന്ന നിരക്കിലാണ് പെർമിറ്റ് ഫീസ് വരുന്നത്. 81 ചതുരശ്ര മീറ്ററിന് താഴെയാണെങ്കിൽ പെർമിറ്റ് ഫീസ് ഇല്ല. ഇനി 151 മുതൽ, അതായത് 150 മുകളിൽ 300 ചതുരശ്ര മീറ്റർ വരെയാണ് ഈ കെട്ടിടത്തിന്റെ വിസ്തീർണമെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് ചതുരശ്ര മീറ്ററിന് 50 രൂപ എന്ന നിരക്കിലാണ് പെർമിറ്റ് ഫീസ് വരുന്നത്. ഇനി 300 മുകളിലാണ് ഏരിയ എങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് ചതുരശ്ര മീറ്ററിന് 100 രൂപ എന്ന നിരക്കിലാണ് പെർമിറ്റ് ഫീസ് വരുന്നത്. വാണിജ്യാവശ്യത്തിനുള്ള കെട്ടിടങ്ങളാണെങ്കിൽ 81 മുതൽ 150 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് 1 ചതുരശ്ര മീറ്ററിന് 40 രൂപ എന്ന നിരക്കിലാണ് പെർമിറ്റ് ഫീസ് വരുന്നത്.
150 മുകളിൽ 300 വരെയാണ് ഏരിയയെങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിന് 70 രൂപ എന്ന നിരക്കിലും 300 മുകളിലാണെങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിന് 120 രൂപ എന്ന നിരക്കിലുമാണ് പെർമിറ്റ് ഫീസ് വരുന്നത്. ഇനി മറ്റുള്ള കെട്ടിടങ്ങൾക്ക്, അതായത് പാർപ്പിട ആവശ്യത്തിനുമല്ല, വ്യവസായ ആവശ്യത്തിനുമല്ല, വാണിജ്യ ആവശ്യത്തിനുമല്ല, മറ്റുള്ള കെട്ടിടങ്ങൾക്ക്, മറ്റു തരത്തിൽപ്പെടുന്ന കെട്ടിടങ്ങൾക്കാണെങ്കിൽ അതിൻ്റെ പെർമിറ്റ് ഫീസ് വ്യത്യാസമുണ്ട്. അത് എത്രയാണെന്ന് വെച്ചാൽ 81 മുതൽ 150 ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് ഒരു ചതുരശ്ര മീറ്ററിന് 30 രൂപ എന്ന നിരക്കിലാണ് പെർമിറ്റ് ഫീസ് വരുന്നത്. 150 മുകളിൽ 300 ചതുരശ്ര മീറ്റർ വരെ ഒരു ചതുരശ്ര മീറ്ററിന് 60 രൂപ എന്ന നിരക്കിലും 300 മുകളിലാണെങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിന് 90 രൂപ എന്ന നിരക്കിലുമാണ് പെർമിറ്റ് ഫീസ് വരുന്നത്. ഇപ്പോൾ പറഞ്ഞത് ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള കെട്ടിടങ്ങളുടെ കാര്യമാണ്. അതുപോലെ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള കെട്ടിടങ്ങൾക്കും അതുപോലെ കോർപ്പറേഷൻ പരിധിയിലുള്ള കെട്ടിടങ്ങൾക്കൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള പെർമിറ്റ് ഫീസിന്റെ വിവരങ്ങളാണ്. മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള പാർപ്പിട ആവശ്യത്തിനുള്ള കെട്ടിടത്തിന്റെ പെർമിറ്റ് ഫീസ് എത്രയാണെന്ന് നോക്കാം. 81 ചതുരശ്ര മീറ്റർ മുതൽ 150 ചതുരശ്ര മീറ്റർ വരെയാണ് വിസ്തീർണമെങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിന് 35 രൂപ എന്ന നിരക്കിലാണ് പെർമിറ്റ് ഫീസ് വരുന്നത്. 150 മുകളിൽ 300 ചതുരശ്ര മീറ്റർ വരെയാണ് നിങ്ങളുടെ വീടിന്റെ ഏരിയ എങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിന് 60 രൂപ എന്ന നിരക്കിലാണ് പെർമിറ്റ് ഫീസ് വരുന്നത്. 300 മുകളിലാണെങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിന് 150 രൂപ എന്ന നിരക്കിലാണ് പെർമിറ്റ് ഫീസ് വരുന്നത്. അതുപോലെ വ്യവസായ ആവശ്യത്തിനുള്ള കെട്ടിടമാണെങ്കിൽ, അതായത് ഉൽപാദന മേഖലയിൽപ്പെടുന്ന കെട്ടിടമാണെങ്കിൽ 81 മുതൽ 150 ചതുരശ്ര മീറ്റർ വരെ ഒരു ചതുരശ്ര മീറ്ററിന് 40 രൂപ എന്ന നിരക്കിലും 150 മുകളിൽ 300 ചതുരശ്ര മീറ്റർ വരെ ഒരു ചതുരശ്ര മീറ്ററിന് 60 രൂപ എന്ന നിരക്കിലും 300 ചതുരശ്ര മീറ്ററിന് മുകളിലാണ് വിസ്തീർണമെങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിന് 150 രൂപ എന്ന നിരക്കിലുമാണ് പെർമിറ്റ് ഫീസ് വരുന്നത്. ഇനി വാണിജ്യാവശ്യത്തിനുള്ള കെട്ടിടമാണെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് 81 ചതുരശ്ര മീറ്റർ മുതൽ 150 ചതുരശ്ര മീറ്റർ വരെ ഒരു ചതുരശ്ര മീറ്ററിന് 50 രൂപ എന്ന നിരക്കിലും 150 മുകളിൽ 300 ചതുരശ്ര മീറ്റർ വരെ ഒരു ചതുരശ്ര മീറ്ററിന് 80 രൂപ എന്ന നിരക്കിലും 300 ചതുരശ്ര മീറ്ററിന് മുകളിൽ ഒരു ചതുരശ്ര മീറ്ററിന് 150 രൂപ എന്ന നിരക്കിലുമാണ് പെർമിറ്റ് ഫീസ് വരുന്നത്. ഇനി മറ്റുള്ള കെട്ടിടങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, അതായത് പാർപ്പിട ആവശ്യത്തിനുമല്ല, വ്യവസായ ആവശ്യത്തിനുമല്ല, വാണിജ്യ ആവശ്യത്തിനുമല്ല, മറ്റുള്ള കെട്ടിടങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 81 ചതുരശ്ര മീറ്റർ മുതൽ 150 ചതുരശ്ര മീറ്റർ വരെയാണ് വിസ്തീർണമെങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിന് 40 രൂപ എന്ന നിരക്കിലാണ് പെർമിറ്റ് ഫീസ് വരുന്നത്. 150 മുകളിൽ 300 ചതുരശ്ര മീറ്റർ വരെയാണെങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിന് 70 രൂപ എന്ന നിരക്കിലും 300 മുകളിലാണെങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിന് 100 രൂപ എന്ന നിരക്കിലുമാണ് പെർമിറ്റ് ഫീസ് വരുന്നത്. 81 താഴെയാണെങ്കിൽ, അതായത് 81 ചതുരശ്ര മീറ്ററിന് താഴെയാണെങ്കിൽ പെർമിറ്റ് ഫീസ് ഇല്ല. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കോർപ്പറേഷൻ പരിധിയിൽപ്പെടുന്ന കെട്ടിടങ്ങളുടെ പെർമിറ്റ് ഫീസിന്റെ വിവരങ്ങളാണ്. കോർപ്പറേഷൻ പരിധിയിലുള്ള താമസ സൗകര്യത്തിനുള്ള പാർപ്പിട ആവശ്യത്തിന് വേണ്ടിയുള്ള കെട്ടിടങ്ങളാണെങ്കിൽ അത്തരം കെട്ടിടങ്ങളുടെ പെർമിറ്റ് ഫീസ് എത്രയാണെന്ന് നോക്കാം. 81 മുതൽ 150 ചതുരശ്ര മീറ്റർ വരെയാണ് കെട്ടിടത്തിന്റെ വിസ്തീർണമെങ്കിൽ, ഏരിയയെങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിന് 40 രൂപ എന്ന നിരക്കിലാണ് പെർമിറ്റ് ഫീസ് വരുന്നത്. 81 താഴെയാണെങ്കിൽ പെർമിറ്റ് ഫീസ് ഇല്ല. 150 മുകളിൽ 150 ചതുരശ്ര മീറ്ററിന് മുകളിൽ 300 ചതുരശ്ര മീറ്റർ വരെയാണ് വിസ്തീർണമെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് ഒരു ചതുരശ്ര മീറ്ററിന് 70 രൂപ എന്ന നിരക്കിൽ പെർമിറ്റ് ഫീസ് ഉണ്ട്. 300 ചതുരശ്ര മീറ്ററിന് മുകളിലാണ് കെട്ടിടത്തിന്റെ ഏരിയയെങ്കിൽ, കെട്ടിടത്തിന്റെ വിസ്തീർണമെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് ഒരു ചതുരശ്ര മീറ്ററിന് 150 രൂപ എന്ന നിരക്കിലാണ് പെർമിറ്റ് ഫീസ് വരുന്നത്. ഇനി വ്യവസായ ആവശ്യത്തിനുള്ള കെട്ടിടമാണെങ്കിൽ, അതായത് ഉൽപാദന മേഖലയിൽ പെടുന്ന കെട്ടിടമാണെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് 81 ചതുരശ്ര മീറ്റർ മുതൽ 150 ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് ഒരു ചതുരശ്ര മീറ്ററിന് 50 രൂപ എന്ന നിരക്കിലാണ് പെർമിറ്റ് ഫീസ് വരുന്നത്. 81 താഴെയാണ് കെട്ടിടത്തിന്റെ വിസ്തീർണമെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് ഫീസ് ഇല്ല. 150 ചതുരശ്ര മീറ്ററിന് മുകളിൽ 300 ചതുരശ്ര മീറ്റർ വരെയാണ് കെട്ടിടത്തിന്റെ വിസ്തീർണമെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് ഒരു ചതുരശ്ര മീറ്ററിന് 70 രൂപ എന്ന നിരക്കിലും 300 ചതുരശ്ര മീറ്ററിന് മുകളിലാണ് വിസ്തീർണമെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് ഒരു ചതുരശ്ര മീറ്ററിന് 150 രൂപ എന്ന നിരക്കിലും പെർമിറ്റ് ഫീസ് ഉണ്ട്. ഇനി വാണിജ്യാവശ്യത്തിനുള്ള കെട്ടിടങ്ങളാണെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് 81 ചതുരശ്ര മീറ്റർ മുതൽ 150 ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള കെട്ടിടങ്ങളാണെങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിന് 60 രൂപ എന്ന നിരക്കിലാണ് പെർമിറ്റ് ഫീസ് വരുന്നത്. 150 മുകളിൽ 300 ചതുരശ്ര മീറ്റർ വരെയാണ് വിസ്തീർണമെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക്
ഒരു ചതുരശ്ര മീറ്ററിന് 100 രൂപ എന്ന നിരക്കിലും 300 ചതുരശ്ര മീറ്ററിന് മുകളിലാണ് വിസ്തീർണമെങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിന് 150 രൂപ എന്ന നിരക്കിലും പെർമിറ്റ് ഫീസ് ഉണ്ട്. ഇനി മറ്റുള്ള കെട്ടിടങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, അതായത് താമസ ആവശ്യത്തിനോ അല്ലെങ്കിൽ വ്യവസായ ആവശ്യത്തിനോ വാണിജ്യ ആവശ്യത്തിനോ ഉള്ളതല്ല മറ്റുള്ള കെട്ടിടങ്ങളാണെങ്കിൽ, അത്തരം കെട്ടിടങ്ങൾക്ക് 81 മുതൽ 150 ചതുരശ്ര മീറ്റർ വരെയാണ് വിസ്തീർണമെങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിന് 50 രൂപ എന്ന നിരക്കിലാണ് പെർമിറ്റ് ഫീസ് വരുന്നത്. 81 താഴെയാണ് വിസ്തീർണമെങ്കിൽ പെർമിറ്റ് ഫീസ് ഇല്ല. 150 മുകളിൽ 300 ചതുരശ്ര മീറ്റർ വരെയാണെങ്കിൽ ഒരു ചതുരശ്ര മീറ്ററിന് 80 രൂപ എന്ന നിരക്കിലും 300 മുകളിലാണ് വിസ്തീർണമെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് ഒരു ചതുരശ്ര മീറ്ററിന് 120 രൂപ എന്ന നിരക്കിലും പെർമിറ്റ് ഫീസ് ഉണ്ട്. അപ്പോൾ ഈ ഫീസിന്റെ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വലിയ രീതിയിൽ തന്നെ പെർമിറ്റ് ഫീസ് കുറച്ചിട്ടുണ്ട്. 40%, 50%, 30% അങ്ങനെയൊക്കെ ആണ് പെർമിറ്റ് ഫീസ് കുറച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങൾ പെർമിറ്റ് ഫീസ് അടക്കാൻ പോകുന്നവരാണെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്തോളൂ. ഓഗസ്റ്റ് 1 മുതൽ ഇത് നിലവിൽ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുവരെ പെർമിറ്റ് ഫീസ് അടക്കാതെ ഒന്ന് ഹോൾഡ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ പെർമിറ്റ് ഫീസിനെ പറ്റി ഇനിയും നമ്മൾ കൂടുതൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.